ഇത് ഒരു ബാരലിൽ നമുക്ക് എത്രത്തോളം ആദായം കിട്ടിയിട്ടുണ്ടെങ്കിൽ? ഇതൊരു 3 കിലോ ഒക്കെ ആവറേജ് കിട്ടും. ടെറസിലെ പച്ചക്കറി കൃഷികൾ എല്ലാവർക്കും അറിയാം. ടെറസിലെ ഇഞ്ചി കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത്. ഷാജി മണക്കാട്ട് സാറിന്റെ ഫാമിന്റെ മുകളിൽ ഇത്തരത്തില് ഗ്രോ ബാഗില് അതോടൊപ്പം തന്നെ ബാരലുകളിലൊക്കെ ഇഞ്ചി ഇനങ്ങൾ ഇങ്ങനെ നട്ട് പരിപാലിക്കുകയാണ്. ഇത് ഏതിനാണ് ഇഞ്ചിയാ സാറേ? ഇത് നമ്മുടെ നാടൻ ഇനം ഇഞ്ചിയാണ്. ഇത് ഇങ്ങനെ ബാരലില് പോളിത്തീൻ ബാഗുകളിലൊക്കെ നടന്നുകൊണ്ടുള്ള മെച്ചം ഇഞ്ചിന് മറ്റു കേട് അങ്ങനെ തീരെ കുറവാണ്. ശരി. പിന്നെ നമ്മുടെ സാധാരണ ബെഡിൽ നടന്നേക്കാളും കൂടുതൽ ഈൽഡ് കിട്ടുന്നുണ്ട്. നനയ്ക്കാനുള്ള സംവിധാനം കൂടി ഇവിടെ ഉണ്ട്. നനയ്ക്കാനുള്ള സംവിധാനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എല്ലാം വിളവെടുക്കാറായ അപ്പൊ തണ്ട് മായുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നിറവാറ്റം അല്ലേ? ഇത് ഒരു ബാരലിൽ നമുക്ക് എത്രത്തോളം ആദായം കിട്ടിയിട്ടുണ്ടെങ്കിൽ? ഇതൊരു 3 കിലോ ഒക്കെ ആവറേജ് കിട്ടും. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് നടാൻ ആഗ്രഹിക്കുന്നത്? നമ്മള് കോട്ടിംഗ് മിശ്രം തന്നെ തയ്യാറാക്കുകയാണ്. മണലിപ്പം അവൈലബിൾ ഇല്ലാത്തത് നമ്മള് മണല് ഉമ്മിയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഉമ്മിയും പിന്നെ മണല് ഉമ്മിയും മണ്ണും ചാണകപ്പൊടി. ശരി. പിന്നെ നമ്മൾ ഇടയ്ക്ക് സ്ലറി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? സ്ലറി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ ടെറസിലെ ഇങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ സീലിംഗ് ഒന്നും വേണ്ട? സീലിംഗ് വേണമെങ്കിലും ഇടാം. അതിനുള്ള സംവിധാനം കൂടി ഉണ്ട്. അധിക മഴ അധിക വെയില് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഷെയ്ഡ് കൊടുക്കും. അത് ശരി. അപ്പൊ ഇതിപ്പോ എത്ര മാസമായിട്ടുണ്ടാവും? ഇതിപ്പോ ഒരു 8 മാസമായി. 8 മാസത്തോളമായിട്ടുള്ള നാടൻ ഇഞ്ചി അല്ലേ? അപ്പൊ നമുക്ക് സ്ഥലപരിമിതിയാണ്, കൃഷി ചെയ്യാൻ ഇടയില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ഉദാഹരണമാണ്. നമുക്ക് ടെറസിന്റെ മുകളിലും നമുക്കിങ്ങനെ ബാരലില് അല്ലെങ്കിൽ പൊളിത്തീൻ ബാഗിലൊക്കെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം. ഒരു 3 കിലോ എങ്കിലും നമുക്ക് കിട്ടും അല്ലേ? അടുക്കളയിൽ കറി വെക്കണമെങ്കിൽ 3 കയറി ഒന്നും ചെയ്യാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി പറിച്ചെടുക്കുകയും ചെയ്യാം.